സൗണ്ട് ഒരു രക്ഷയില്ല. 360 രൂപയ്ക്ക് 6 ഫ്രൂട്ട്. ഇനി കൊള്ളാവോ കൊള്ളത്തിലൊന്നും അറിയത്തില്ല. നമുക്കിനി ഊതി കൂടെ നോക്കാം. പൊട്ടിക്കാം. അതെ, 6 ഫ്രൂട്ട്. 6 ഫ്രൂട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സി ഷാർപ്പ്, ജി ഷാർപ്പ്, പിന്നെ എ പി. പക്ഷെ ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ട്യൂണിങ് ആപ്പ് വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും ഏത് ഫ്രൂട്ടാണെന്നുള്ളത്. ഇനി അതിനകത്ത് നല്ല ഫ്രൂട്ടും പന്ന ഫ്രൂട്ടും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഫ്രൂട്ട് കറക്റ്റ് അല്ല കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ പൊട്ടിച്ച് നോക്കിയതാണ്. ഞാൻ ഊതി നോക്കിയപ്പോഴും ഇത് കറക്റ്റ് അല്ല. ഇതിൻ്റെ ഹോൾ ഇട്ടേക്ക് നൽകുന്നുണ്ടോ? എല്ലാം ഒരേ പോലത്തെ ഹോൾ. സാധാരണ അങ്ങനെ വരുന്നതല്ല, ഹോളുകളൊക്കെ വ്യത്യാസമായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഹോളുകളെല്ലാം ഒരേപോലെ ഇരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഊതി നോക്കാം. ഊതിയിട്ട് ഇത് കിട്ടുന്നില്ല. ഇത് ഏത് സ്കെയിലുള്ള ഫ്രൂട്ടാണെന്ന് അറിയത്തില്ല. നമുക്കത് പിന്നീട് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തോളം നമുക്ക് എടുക്കാം. ഇനി അടുത്തൊരു ഫ്രൂട്ട്. ഇത് ഏതാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് അടുത്ത് വെച്ചുതരാം. കറക്റ്റ് റൗണ്ടിലല്ല ഇരിക്കുന്നത്. അതൊരു അടിഭാഗം നോക്കി. ഊതുന്ന ഭാഗത്തിനേക്കാളും ചെറുതാണ് ഇവിടുത്തെ വ്യാസം. കനം കൂടുതലുണ്ട്, തിക്നെസ് കൂടുതൽ. അതുമാത്രമല്ല, ഒരു വളവ് കൊണ്ട് ചടങ്ങിയിരിക്കുക, പൊട്ടലൊന്നുമില്ല. പിന്നെ എല്ലാ ഫ്രൂട്ടിനകത്തും മൊത്തത്തിൽ കണ്ടേക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഹോളിട്ട ഭാഗമൊന്നും പേപ്പർ പിടിച്ചിട്ടില്ല. അതേപോലെ ഇട്ട് തന്നേക്കും. നമ്മൾ പേപ്പർ ഇട്ട് പിടിച്ച് കറക്റ്റ് ചെയ്താലേ ആ സൗണ്ട് കറക്റ്റ് ആകത്തുള്ളൂ. അതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചുണ്ട് വെക്കുമ്പോൾ ഈ ചുണ്ടി അത് കൊള്ളുന്ന നല്ലപോലെ അറിയാം. വരയ്ക്കാതെ വെക്കുന്നുണ്ട്. ചുണ്ടിൽ ആ ഒരു കരകരാന്നുള്ളൊരു സംഭവമുണ്ട്. സൗണ്ട് കൊള്ളാം. ഇത് നമുക്ക് ഊതിയോണ്ട് നോക്കാം. വെറുതെ ഊതാനാണെങ്കിൽ കുഴപ്പമില്ല. വെൽ ട്യൂണൊന്നുമല്ല, പൊട്ടലൊന്നുമില്ല കേട്ടോ. ഫ്രൂട്ടിന് പൊട്ടലൊന്നുമില്ല. വളവുണ്ട്. ഈ ഒരു ഫ്രൂട്ടിനും വളവുണ്ട്. ഒരു സൈഡിലെ തിക്നെസ് ഭയങ്കര കൂടുതലാണ്. ഈ എൻ്റെ ഭാഗത്ത്, നമ്മൾ ഊതുന്നതിൻ്റെ എൻ്റെ ഭാഗത്ത് അതിൻ്റെ തിക്നെസ് ഭയങ്കര കൂടുതലാണ്. ഇവിടെ തിക്നെസ് കുറവും. ഇതിനകത്ത് 3 ഫ്രൂട്ടോളം നല്ല ഫ്രൂട്ടാട്ടോ. സൗണ്ട് ആണെങ്കിൽ ചെറിയ നല്ലതാണ്. ബാക്കി ആ ഒരു 2 ഫ്രൂട്ട് മാത്രം എനിക്ക് എത്രയും പിടിച്ചില്ല. ഇത് പിന്നെ ഇതിനും വളമുണ്ട്. ഈ ഒരു ഫ്രൂട്ടിനും കറക്റ്റ് വൃത്തത്തിലല്ല ഇരിക്കുന്നത്. ചെറിയൊരു വളമുണ്ട്. ഹോളൊക്കെ ഇട്ടേക്കുന്നത് കറക്റ്റ്. പക്ഷെ സാധാരണ ഇങ്ങനല്ല ഹോള് വരണ്ടേ. നമുക്കെന്തായാലും നോക്കാം. സൗണ്ട് ഒരു രക്ഷയില്ല. അടിപൊളി സൗണ്ടാണ്. ചെറിയൊരു വളവും ഒരു ഇതുള്ളതല്ലാതെ ഇതിനെനിക്ക് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല. സൗണ്ട് അല്ല, അടിപൊളി സൗണ്ടാണ്. എൻ്റെ ഇന്ന് ഫ്രൂട്ടിനേക്കാളൊക്കെ സൂപ്പർ സൗണ്ടാണ് ഇതിന്. അപ്പം ഇത് കുഴപ്പമില്ല. ഈ ഒരു ഫ്രൂട്ട് ചെറിയൊരു ചളക്കമുണ്ടെന്നല്ലാതെ മറ്റു കുറ്റമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സാൻഡ് പേപ്പർ വെച്ചൊന്ന് പേപ്പർ പിടിക്കേണ്ടി വരും. ആ ഒരു ഭാഗമൊന്നും, ഒരു ഹോളിൻ്റെ ഭാഗമൊന്നും ഒരു പേപ്പർ പിടിച്ചിട്ടില്ല.
അതൊരു ഊതുന്ന ഭാഗത്ത് ഹോള് ഒരു പേപ്പർ വെച്ചില്ല, അതൊക്കെ നമ്മൾ പേപ്പർ വെച്ച് ഉരച്ച് കറക്റ്റാക്കണം. ഇത് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നപ്പോഴാണ് ഇത് നോക്കി കറക്റ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇനി അടുത്തൊരു ഗ്രൂപ്പ് നോക്കാം. ഇതിൻ്റെ ഒന്നും സ്കെയിൽ അറിയുന്നില്ല കേട്ടോ, ഇതിൻ്റെ ഒന്നും സ്കെയിൽ എഴുതിയിട്ടില്ല. ഇതിന് ചെറിയൊരു വളവുണ്ട്, ഹോളൊക്കെ നല്ലപോലെ ഇട്ടിട്ടുമുണ്ട്. ഹോളൊക്കെ നല്ലപോലെ ഇട്ടിട്ടുണ്ട്. എല്ലാത്തിനും പിന്നെ നമ്മുടെ നൂല് നല്ലപോലെ കെട്ടിയിട്ടുണ്ട്. ട്യൂണൊക്കെ ഏകദേശം ഒരുവിധം കുഴപ്പമൊന്നുമില്ല. ഇത് കുഴപ്പമില്ല കേട്ടോ, ഇതും അത്യാവശ്യം കൊള്ളാം. ഈ പറഞ്ഞ പോലെ വളവ് മാത്രം ഉണ്ടെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ഇത് കുഴപ്പമില്ല. ഇനി അടുത്ത് വരണം. ഈ പൊട്ടലൊന്നുമില്ല, ഇതേപോലെ മൊത്തം വരയാണ്, കറുത്ത വരയാണ്, പോളിഷ് ഒന്നും ചെയ്യാത്ത സാധനമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് അടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഭാഗം ഒന്നും വരയ്ക്കാത്തത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഇതും കൂടെ ഒന്ന് നോക്കാം. ട്യൂൺ കുഴപ്പമൊന്നുമില്ല, എനിക്ക് വ്യത്യാസമായിട്ടൊന്നും തോന്നിയില്ല. ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നമ്മൾ തൊക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഈ കൊണ്ടുവന്ന ഫ്ലൂട്ടിനൊക്കെ കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. നമുക്ക് ഊരിനോട് നോക്കാം. ഇതിനും വളമുണ്ട് കേട്ടോ, വളമുണ്ട്. ഞാനത് കാണിച്ചു തരാം, സ്കെയിൽ വെച്ചിട്ട് കാണിച്ചു തരാം. വളമുണ്ട്. ഇന്നത്തെ ഹോൾ ഇച്ചിരി വലുതാണ് കേട്ടോ. ഫിംഗർ പിടിക്കുമ്പം സൂക്ഷിച്ച് പിടിക്കണം. ചെറിയ ഗ്യാപ്പ് വന്നാൽ പോലും സൗണ്ട് മാറും. അതിൻ്റെ ഹോൾ ഇച്ചിരി വലുതാണ്. ഏത് സ്കെയിലാണെന്ന് എനിക്ക് അറിയത്തില്ല, ഇതെല്ലാം ഇനി നോക്കണം. ഇതും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ 360 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു ക്വാളിറ്റി ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഈ ഒരു രീതിയിലേ കിട്ടത്തുള്ളൂ. ഇപ്പം നമുക്കറിയാം, ഒരു നല്ലൊരു ഫ്ലൂട്ടാണെങ്കിൽ ഒരു 1000-1500 കൊടുത്താൽ ഒരുവിധം നല്ല ഫ്ലൂട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ കണ്ടപ്പോൾ ഓർഡർ ചെയ്ത് മേടിച്ചത്. ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വാങ്ങിച്ചാൽ 6 ഫ്ലൂട്ടാണ് കിട്ടുന്നത് 360 രൂപയ്ക്ക്. അപ്പോൾ നോക്കിയതാണ്. അപ്പോൾ ഇതിനകത്തൊരു 6 മേടിച്ചതിനകത്തൊരു 4 എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. നല്ല 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 ഫ്ലൂട്ടൊന്നുമല്ല, അത്യാവശ്യം നമുക്ക് വായിക്കാൻ പറ്റുന്ന ഫ്ലൂട്ടുകളാണ്. 2 എനിക്ക് അത്രയുണ്ട്. ട്യൂൺ അങ്ങോട്ട് ശരിയാകുന്നില്ല. സരിഗമ വായിക്കുമ്പോൾ തന്നെ അത് കിട്ടുന്നില്ല. ബാക്കിയുള്ള സരിഗമൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. അത്യാവശ്യം പാട്ടുകളും ചെറുതായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. അത്ര മോശമല്ല. എനിക്ക് എല്ലാ ഫ്ലൂട്ടും നല്ലതാണെന്ന് പറയുന്നില്ല. ഇതൊരിക്കലും നമ്മൾ റെക്കമെൻഡ് ചെയ്യത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. മേടിച്ചിട്ട് കുറ്റമൊന്നും പറയാനില്ല. ചിലപ്പം എൻ്റെ കിട്ടിയിരിക്കുന്ന ഫ്രൂട്ട് ആയിരിക്കത്തില്ല നിങ്ങളുടെ കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മറ്റ് ഫ്രൂട്ടുകൾക്കായിരിക്കും കംപ്ലൈൻറ്റ് വരാൻ പോകുന്നത്. ചെറിയ ഫ്രൂട്ടുകൾക്ക് കംപ്ലൈൻറ്റ് കാണത്തില്ല. ഇപ്പം നമ്മുടെ കിട്ടിയില്ലാത്ത വലിയ 4 ഫ്രൂട്ടുകൾക്കും യാതൊരു വിധത്തിലുള്ള വലിയ കംപ്ലൈൻറ്റ് ഇല്ല. ചെറിയ 1 കംപ്ലൈൻ്റ് എന്നല്ല, ആ ഒരു അതിൻ്റെ ടോൺ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും കൊടുത്തേക്കാം. ഫ്ലിപ്കാർട്ടുണ്ട് 350 രൂപയുള്ളൂ. 6 ഫ്രൂട്ട് കിട്ടും. നൂലൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നൂലിനൊന്നും കുഴപ്പമില്ല, പൊട്ടലൊന്നുമില്ല. അതിന് വളം എന്തായാലും ഉണ്ട്. മേടിക്കാത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം. ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷനിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ടിൻ്റെയും പിന്നെ നമ്മൾ ഇപ്പോൾ ഈ കാണിച്ച ഫ്രൂട്ടിൻ്റെയും കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. 360 രൂപയ്ക്ക് 6 ഫ്രൂട്ടുണ്ട്. പിന്നെ സ്കെയിൽ അവർ കൊടുത്തിരുന്ന സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ C#, G#, പിന്നെ A, B ഇങ്ങനെ 6 ഫ്രൂട്ടുകളാണ് കൊടുത്തിരുന്നത്.
പക്ഷേ ഇതിനകത്തൊന്നും ഇതിൻ്റെ സ്കെയിൽ അടയാളം ചെയ്തിട്ടില്ല. ഏത് സ്കെയിലുള്ള ഫ്രൂട്ടാണെന്ന് അവർ അടയാളമൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ വേണേൽ കണ്ടുപിടിച്ചോണം. നമുക്ക് ആപ്ലിക്കേഷൻ വെച്ചത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഏത് സ്കെയിലുള്ള ഫ്രൂട്ടാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്ലേ സ്റ്റോറിലൊക്കെ ഫ്ലൂട്ട് ട്യൂൺ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്ലൂട്ട് ഊതി നോക്കുക. 3 ഫിംഗർ പിടിച്ചിട്ട് ഊതി നോക്കണം. 3 ഫിംഗർ എന്ന് വെച്ചാൽ നമ്മൾ സാ വായിക്കി തരും. അതേപോലെ സായി മാത്രം പിടിച്ചിട്ട് ഊതി നോക്കണം. അപ്പോൾ ഏത് സ്കെയിലാണോ കാണിക്കുന്നത് ആ സ്കെയിലാണോ ആ ഫ്ലൂട്ട്. അത്രയേ ഉള്ളൂ. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ 3 ഫിംഗർ ക്ലോസ് ചെയ്ത് പിടിക്കുക. ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് ഊതുക. ഊതുമ്പോൾ ആ ട്യൂണർ അത് കാണിക്കും. അതിനകത്ത് ഇങ്ങനെ സ്കെയിൽ ചേഞ്ച് ആവുന്ന കാണിക്കും. അപ്പോൾ ഊതുമ്പോൾ സിയുടെ ഫ്ലൂട്ട് ആണെങ്കിൽ അത് സി എന്ന് കാണിക്കും. 3 ഫിംഗർ ആണെങ്കിൽ 3 ഫിംഗർ അടച്ചു പിടിക്കുമ്പോൾ അത് സി എന്ന് കാണിക്കുവാണെങ്കിൽ അത് സിയുടെ ഫ്ലൂട്ട്. മറ്റേത് ഇതാണ് കാണിക്കുന്നത് വെച്ചാൽ അതായിരിക്കും ഫ്ലൂട്ട്. സിയോ സി ഷാർപ്പോ ജിയോ ജി ഷാർപ്പോ അല്ലെങ്കിൽ എയോ ബിയോ അങ്ങനെ ഏതായാലും കാണിക്കും. എഫ് ആണെങ്കിൽ എഫ് ഷാർപ്പ് ആണെങ്കിൽ എഫ് ഷാർപ്പ് അങ്ങനെ ഏത് ഫ്ലൂട്ടാണെങ്കിലും അതതിനകത്ത് കാണിക്കും. അപ്പോൾ മനസ്സിലാക്കും അത് ആ ഫ്ലൂട്ടാണ്. മറ്റൊന്ന് ഒന്ന് അടയാളം ചെയ്ത് വെച്ചേക്കും. ആ ഫ്ലൂട്ടാണെങ്കിൽ അത് അടയാളം ചെയ്ത് നോക്കാം. ഞാൻ നോക്കിയില്ല, നോക്കണം. നിങ്ങൾ ഇത് മേടിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എന്നെ കുറ്റം പറയരുത് കേട്ടോ. ഇനി ഈ ഒരു സാധനത്തിൻ്റെ ലിങ്ക് കൂടെ ഞാൻ കൊടുത്തേക്കാം. ഈ പടത്തിൻ്റെ നമ്മൾ ഓൾറെഡി നേരത്തെ കൊടുത്തിരുന്നു. എന്നാലും ഒരു വട്ടം കൂടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കാം. റിസ്ക് നിങ്ങളുടെയാണ്. ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. മേടിച്ച് കഴിഞ്ഞിട്ട് നീ കംപ്ലൈൻറ്റ് ആയിരിക്കും എന്നെ ഒന്നും പറയില്ല. ഇപ്പോൾ ഊതി വയ്ക്കുമ്പോൾ മനസ്സിലല്ലോ ഈ ഒരു ക്വാളിറ്റി കിട്ടത്തുള്ളൂ. പിന്നെ ഈ പൊട്ടലൊക്കെ ഉള്ളത് വരുമോയെന്ന് അറിയത്തില്ല. ഇനി സംഭവം കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തിരിച്ച് അയക്കാനുള്ള റിട്ടേൺ അതിനകത്ത് ഓപ്ഷൻ കാണത്തില്ല. മേടിച്ചാൽ നമ്മൾ മേടിച്ചതാണ്, തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം നമുക്ക് പാട്ടുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കണമെങ്കിൽ എടുത്ത് നോക്കാം. അത്രേ ഉള്ളൂ. അതിനുള്ളതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.